ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. റംസാനൊക്കെ വരില്ലേ, അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ കണ്ടോണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്. അടുത്തത് ഞാൻ ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline ഏജ് റിവൈൻഡ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് കാരമൽ. അപ്പോൾ കൺസീലർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഉടനെ അത് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണില്ല, അതിന് ഒന്ന് അവിടെ വെക്കുകയാണ്. ക്രീസ് ലൈനൊക്കെ നമുക്ക് അത് വിസിബിളായിട്ട് വരുമ്പോൾ അത് മാറ്റി കളഞ്ഞിട്ട് പിന്നെ നമുക്കത് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ വരയ്ക്കലാണ്. അതിൻ്റെ ബാക്കിൽ തന്നെ സ്പൂലിംഗ് ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. ജസ്റ്റ് ഒരു പമ്പ് എടുക്കണുള്ളൂ. ഞാൻ കൈയോടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നെറ്റിയുടെ ഭാഗത്ത് അധികം കൊണ്ടുപോകില്ല കേട്ടോ. ഇതൊരു നല്ല ഫൗണ്ടേഷനാണ്, ഒരു ഗ്ലോയി ഫിനിഷാണ് കേട്ടോ അതിന്. ബാക്കി വന്നത് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline Fit Meയുടെ പൗഡർ തന്നെയാണ്. അടുത്തത് ഞാൻ മാർസിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ്, ഈ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ക്രീസിൻ്റെ മുകളിൽ. ഇനി ഞാൻ കാജൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ മുകളിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇതിനെ സ്മഡ്ജ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഐ ഷാഡോ പാലറ്റിൽ ഈ ഒരു കളർ എടുത്തിട്ട്, ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിനെ നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഷെയ്ഡ് ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇടയിൽ പ്ലേസ് ചെയ്യണുള്ളൂ. ഇനി ഞാൻ എർത്ത് റിതമിൻ്റെ ചീക്ക് ടിൻറ്റ് ഇടാൻ പോവാണ്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റർ പ്രൈമർ ഇതാണ് യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. മാർസിന്റെ ഈ ഒരു മൂസ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് ഷോ സ്റ്റോപ്പർ. സോ യെസ് ഗൈസ്, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.